കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDF നെന്മാറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് BSNL ഓഫീസ് ഉപരോധിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നൽകാതെ നാടിന്റെ പുരോഗതിയും ജനങ്ങൾക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും തകർക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നാരോപിച്ചാണ് LDF ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കേരളമെന്ന വാക്കുപോലും ഉൾപ്പെടുത്താതെ കേന്ദ്രം അവതരിപ്പിച്ച ബജറ്റ് കേരളത്തോട് കാണിക്കുന്ന കടുത്ത വിവേചനവും പകയുമാണെന്ന് LDF ആരോപിച്ചു. ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്ത കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കുശലകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഫെഡറൽ സംവിധാനം ശക്തമാകണമെങ്കിൽ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി നൽകണം. അവിടെയാണ് കേന്ദ്ര ബഡ്ജറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായ പദ്ധതികൾ ഉറപ്പിച്ചുകൊണ്ട് ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് നല്ല രീതിയിൽ പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ സംസ്ഥാനങ്ങൾ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞു, അതെല്ലാം എല്ലാ വർഷവും ബഡ്ജറ്റിലാണ് അവതരിപ്പിക്കുക. ആ ബഡ്ജറ്റിൽ അവതരിക്കുമ്പോൾ കഴിഞ്ഞ കാല ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് നമുക്കറിയാം നിരാശാജനകമാണ്. ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തെ ശരിക്കും അവഗണിച്ചുകൊണ്ട് ഈ കേന്ദ്ര ബഡ്ജറ്റ് ഇന്ന് നടപ്പിലാക്കുന്ന കേന്ദ്രത്തിനെതിരെയാണ് നമ്മൾ സമരം നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് തന്നു? അതാണ് കുറച്ച്. മഹാഭൂരിപക്ഷത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. ചെയർമാൻ വി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം വി ചെന്താമരാക്ഷൻ, LDF നെന്മാറ മണ്ഡലം സെക്രട്ടറി കെ പ്രേമൻ, എ മോഹനൻ, പി ഹരിദാസൻ, KS രാജഗോപാൽ, PT ഉണ്ണികൃഷ്ണൻ, ജോയ് കാക്കനാടൻ, AK അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.